എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ 7 പാർട്ട് വീഡിയോ നമ്മൾ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 8ാമത്തെ പാർട്ട് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, ടോട്ടൽ 5 പോർഷനാണുള്ളത്. അതിൽ 4 പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5ാമത്തെ പോർഷനായ ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് എന്ന പോർഷനുമായിട്ടാണ് സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മക്കളെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ പോർഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷൻ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ്. ഓക്കെ, ഈ പോർഷൻ അറിയപ്പെടുന്നത് നോർമലി എലവേഷൻ ഡിപ്രഷൻ പ്രോബ്ലംസ് എന്നൊക്കെയാണ് ഈ ഒരു പോർഷനുള്ള പ്രോബ്ലംസ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് സാർ പറയാം. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്നാണ് ടെക്സ്റ്റിലുള്ള ഹെഡിങ്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പോർഷനിലെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സാറൊന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരും. നമ്മൾ ടെക്സ്റ്റിലുള്ളൊരു ഫിഗറാണ്. ദൈവം ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ കണ്ട ആ ഒരു ഫിഗറിൻ്റെ അകത്ത് ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു കുട്ടി, അതിന് 2 ഫിഗർ ഉണ്ട്. അതിനകത്ത് 1ാമത്തെ ഫിഗറിലേക്ക് നോക്കുക. ഒരു കുട്ടി അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മരം നിൽപ്പുണ്ട്, ഒരു മാവാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ ആ ഫിഗർ കാണാം നിങ്ങൾക്ക്. എന്താണ് നമ്മുടെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു പോർഷൻ എടുത്ത് ആ ഒരു പേജ് എടുത്താൽ കാണാൻ പറ്റും ഈ സെയിം ഫിഗർ. അപ്പോൾ ഈ കുട്ടി അവൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നൊരു മരമാണത്. ഒരു മാവാണ്, ഒരു മാംഗോ ട്രീ ആണ്. അതിനകത്ത് മാങ്ങ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവൻ നേരെ ആ ഒരു മരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നേരെ നോക്കുന്ന നോട്ടത്തിനെ പറഞ്ഞാണ് സ്ട്രെയിറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സാർ ഇവിടെ നിൽക്കുകയാണ്. സാറ് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മരത്തിലേക്ക് നേരെ ഇങ്ങനെ നോക്കിയാൽ അതിനെ സ്ട്രെയിറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന അതേ ഒരു പൊസിഷനിൽ നിന്ന് നേരെ നോക്കുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ നോട്ടം പൊക്കുക താക്കുകയും ചെയ്ത സ്ട്രെയിറ്റ് നോക്കുന്നതിനെ പറഞ്ഞാൽ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയും. ഈ സ്ട്രെയിറ്റ് വ്യൂ അതാണ് 1ാമത്തെ ഫിഗറിൽ കാണുന്നത്. ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് സ്ട്രെയിറ്റ് വ്യൂ എന്താണ്. നേരെ നോക്കുന്ന വ്യൂ ആണ് സ്ട്രെയിറ്റ് വ്യൂ. മക്കളെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിക്ചറിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടി അവൻ്റെ ആ ഒരു വ്യൂ മുകളിലേക്ക് പൊക്കുന്നുണ്ട്, റേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നും അവൻ്റെ തലേന്ന് റേസ് ചെയ്യുന്നുണ്ട്. ആ കണ്ണ് ഇങ്ങനെ ഒന്ന് പൊക്കിയോ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവന് കാണേണ്ടത് ആ മാവിൻ്റെ ആ ഒരു മാംഗോ ട്രീയിൽ നിൽക്കുന്ന ഒരു മാംഗോ അല്ലെങ്കിൽ ആ ഒരു മരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ആ ഒരു മാങ്ങയാണോ നോക്കുന്നത്. ആ മാങ്ങയിലേക്ക് നോക്കുമ്പം സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നും വ്യൂ ഒന്ന് റേസ് ആയിട്ടുണ്ട്. ആ വ്യൂവിനെ പറയുന്നത് റേസ്ഡ്, ആ ഒരു വരെയാണ് റേസ്ഡ് വ്യൂ. ഒരു സ്ട്രെയിറ്റ് വ്യൂ കാണാം. ആ ഫിഗറിൻ്റെ അകത്ത് ഒരു സ്ട്രെയിറ്റ് വ്യൂ കാണിച്ചിട്ടുണ്ട്. ആ ഒരു തലപൊക്കി നോക്കുന്ന ആ മാങ്ങയിലേക്ക് നോക്കുന്ന ആ ഒരു റേസ്ഡ് വ്യൂ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രെയിറ്റ് വ്യൂവിനും ഈ റേസ്ഡ് വ്യൂവിനും ഇടയ്ക്ക് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പം ആ പിക്ചറിൽ കാണിച്ചേക്കുന്ന നല്ല ഒരു പിക്ചറൊക്കെ ആക്കിയാണ് കാണിച്ചേക്കുന്നത്. എക്സാമിന് നമുക്ക് അത്രയും വൃത്തിയായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റുക. നമ്മൾ ആ എക്സാം ലെവലിൽ വരയ്ക്കുമ്പം ഇനി ശ്രദ്ധിച്ചോണം. ഇപ്പം സാർ ബോഡി വരയ്ക്കാം, ഫിഗർ മാറ്റുവാണ്, ബോഡിയിലോട്ട് വരയ്ക്കാം. നമ്മൾ എക്സാമിന് വരയ്ക്കുമ്പം ഒരു കുട്ടിയായിട്ട് ഇത്രയും വരയ്ക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി നിൽക്കുന്ന ഗ്രൗണ്ടിലല്ലേടാ, കുട്ടി നിൽക്കുന്ന ഗ്രൗണ്ടിലാണ്. ബോയ് ആണ്, ആ ഒരു പയ്യനാണ്. ഇവിടെ ഇപ്പുറത്ത് ട്രീ ആണ്, നമ്മുടെ മരമാണ് ട്രീ. ചെറുക്കൻ നോക്കുന്ന നേരെയുള്ളത് ആളിനെ ഇത്രേ വരയ്ക്കത്തുള്ളൂ. അല്ല നമ്മളിത് ഒരാളിനെ വരച്ചിങ്ങനെ കൈയും കാലം അങ്ങനെ പോലും വരയ്ക്കേണ്ട കാര്യമില്ല. ഒരു ഇത് വരയ്ക്കുക, ഒരു ആരോ കൊടുക്കുക. ഓക്കെ, അവൻ നോക്കുന്ന നേരെയുള്ള നോട്ടത്തിനാണ് നമ്മൾ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് വ്യൂ. ഈ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നും റേസ് ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ റേസ്ഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് വ്യൂവിനും ആ മുകളിലുള്ള ഇപ്പോൾ ആ മാവിൻ്റെ മുകളിലുള്ളൊരു മാങ്ങയിലോട്ട് നോക്കിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂ, റേസ്ഡ് വ്യൂ. ഈ സ്ട്രെയിറ്റ് വ്യൂവിനും റേസ്ഡ് വ്യൂവിനും ഇടയ്ക്ക് വരുന്ന ഈ ഒരു ആംഗിൾ മെഷറിനെ നമ്മൾ പറയുന്നതാണ് ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ റേസ്ഡ് വ്യൂ, അല്ലെങ്കിൽ എലവേറ്റഡ് വ്യൂ എന്നൊക്കെ പറയും. അപ്പം ഇവിടെ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. റേസ് എന്ന് പറഞ്ഞാൽ പൊക്കി എന്ന് പറഞ്ഞാൽ എലവേറ്റ് ചെയ്യുന്ന ആ ഒരു മീനിങ്, അതാണ് എലവേഷൻ. അപ്പം ഈ ഒരു നോട്ടത്തിനാണ് ഇവിടെ വരുന്ന ആംഗിളിനാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ആ നേരെയുള്ള നോട്ടത്തിനും റേസ് ചെയ്ത വ്യൂവിനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ പഠിച്ച് അടുത്ത ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ നോക്കുന്ന നോട്ടം ഒരു ഫിഗർ ഇപ്പം സ്ക്രീനിൽ വരും. നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ കിടക്കുന്ന ഒരു ഫിഗറാണത്. അവിടെ ആ ഒരു പയ്യൻ ഒരു കുട്ടി ഒരു ലൈറ്റ് ഹൗസിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ട് താഴെ ഒരു കടലിലൂടെ പോകുന്ന ഒരു ഷിപ്പിലേക്ക് നോക്കുക.
അപ്പോൾ ഇവൻ നിൽക്കുന്ന മണ്ടയ്ക്കാണ്. ആ ഒരു മണ്ടയ്ക്ക് നിൽക്കുന്ന ആ ഒരു മുകളിൽ കയറി നിന്നിട്ട് അവൻ നേരെ നോക്കിയാൽ ആ വ്യൂവിനെ നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് വ്യൂ എന്നാണ്. ഈ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് നേരത്തെ നമ്മൾ തല പൊക്കി മുകളിലുള്ളത് നോക്കുന്നതിനാണ് എലവേറ്റഡ് വ്യൂ. അവിടെ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് മാത്രമല്ല, ഇനി താഴത്തേക്കൂടെ നോക്കുന്നതിനൂടെ പഠിക്കണം. അപ്പം മുകളിൽ ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവൻ താഴെ പോകുന്ന ഷിപ്പിലേക്ക് നോക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് ഇവൻ്റെ വ്യൂ ഇവൻ താഴേക്ക് കൊണ്ടുവരും. ലോവേഡ് വ്യൂ എന്ന് പറയും. ആ സ്ട്രെയിറ്റ് വ്യൂവും ആ താത്ത വ്യൂവിനെ ലോവേഡ് വ്യൂ. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂ, താഴോട്ട് വന്ന വ്യൂ, ലോവേഡ് വ്യൂ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിളിനെ പറയുന്നതാണ് മക്കളെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അതെ ഒരു ടവറായിട്ട് സാർ ഇങ്ങനെ വരച്ചത് ടവറാന്ന് വിചാരിക്കുക, ഗ്രൗണ്ടിലായി ടവർ നിൽക്കുന്നത്. ഇത് അതിലേക്കോട്ടൊരു ഷിപ്പ് പോകാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഷിപ്പാണ് ഈ പോകുന്നതെന്ന് വിചാരിക്കുക. ഒരു ഷിപ്പാന്ന് വിചാരിക്കുക, ഒരു ബോട്ടാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവൻ മുകളിൽ നിന്നുകൊണ്ട് ഒരു പയ്യനെ വരയ്ക്കുവാണ്. മുകളിൽ നിൽക്കുന്നതായിട്ട് ഇതൊരു ബോയ് ആണ്. അവൻ ആ മുകളിൽ നിന്നുകൊണ്ട് അവൻ നോക്കുന്ന നേരെ ഉള്ള നോട്ടത്തിന് നമ്മൾ പറയുന്നതാണ് സ്ട്രെയിറ്റ് വ്യൂ. അങ്ങനെ താഴേക്ക് ഷിപ്പിലേക്ക് നോക്കുന്ന വ്യൂവിനെ പറയുന്നതാണ് ലോവേഡ് വ്യൂ. ആ ഒരു താഴെ നോക്കിയ വ്യൂ. ഇവിടെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പം നോക്കുക, സാറിപ്പം നേരെ നോക്കുകയാണ്. നേരെ നോക്കുന്ന ആ ഒരു വ്യൂവിൽ നിന്ന് മുകളിലേക്ക് സാറ് തല ഉയർത്തിയാൽ ആംഗിൾ ഓഫ് അവിടെ വന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഈ വ്യൂ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് താഴേക്കാണ് കൊണ്ടിരുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ശ്രദ്ധിക്കേണ്ട മക്കളെ, ഈ രണ്ട് വ്യൂവും നമ്മൾ പറഞ്ഞ ആരെ വെച്ചുകൊണ്ടാണ്? രണ്ട് വ്യൂവിലും നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ആ ലോവേഡ് വ്യൂവിലും നമ്മൾ എന്താണ് ആ ഒരു അപ്വേർഡായിട്ട് വന്ന ആ ഒരു എലവേറ്റഡ് വ്യൂവിലും അവർ റേസ് ചെയ്ത വ്യൂവിലും എല്ലാം നമ്മൾ ആരെ വെച്ച ഈ റേസ് ചെയ്തു അല്ലെങ്കിൽ വ്യൂ ലോവർ ചെയ്തു എന്നൊക്കെ പറയുന്നത് നേരെ ഉള്ള നോട്ടത്തിനെ വെച്ചുകൊണ്ടാണ്, സ്ട്രെയിറ്റ് വ്യൂവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് പൊക്കി താഴോട്ട് ആക്കി എന്നൊക്കെ പറയുന്നത്. അപ്പം രണ്ടിടത്തും ആരെ വെച്ചാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു ആളിനെ വെച്ചല്ല, അവരുടെ നേരെയുള്ള നോട്ടം. നേരെയുള്ള നോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് പോയാൽ ഇപ്പം ആളിങ്ങനെ നിൽക്കുകയാണ്, ആളിങ്ങനെ ഒരിടത്ത് നിൽക്കുകയാണ്. നേരെയുള്ള നോട്ടം സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നും മുകളിലേക്ക് പോയാൽ അതാണ് റേസ്ഡ് വ്യൂ. ഇവിടെ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഇനി അത് താഴോട്ടാണ്, സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇതെന്ത് വ്യൂ ആണ്? ലോവേഡ് വ്യൂ. ഇവിടെ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത്ര അറിയാമെങ്കിൽ ഈ ഒരു പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ എല്ലാം എലവേഷൻ ഡിപ്രഷൻ്റെ ക്വസ്റ്റ്യൻ്റെ എല്ലാം പ്രത്യേകത ഫിഗർ നല്ലോണം വരച്ച് എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്താൻ പറ്റിയാൽ തന്നെ നമുക്ക് പകുതിയോളമുള്ള കടമ്പ കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്താൽ മതി, പ്രോബ്ലം ചെയ്യാനുള്ളൊരു ഐഡിയ മതി. ഓക്കെ, അപ്പം ആ ഒരു ഫിഗറിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഈ ആംഗിൾ ഓഫ് എലവേഷൻ ഡിപ്രഷൻ്റെയൊക്കെ ചോദ്യത്തിൽ തന്നെ ഇവർ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മിക്കപ്പോഴും ചോദിക്കുന്നതിന് ഡ്രോ എ റഫ് ഫിഗർ എന്ന് പറയും. ആ ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നതിന് തന്നെ മാർക്കുണ്ട്. ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ റഫ് ഫിഗർ വരയ്ക്കുന്നതിന് തന്നെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്, ആ ഫിഗറിന് മാത്രം. പക്ഷേ ഫിഗർ വരച്ചിട്ട് ബാക്കി ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇൻ കേസ് പറ്റിയില്ല എങ്കിൽ ആ വരച്ചതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള പോർഷനിൽ പേജ് നമ്പർ 125 വരുന്ന ഒരു 5 ചോദ്യമുണ്ട്. ആ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ആ ഒരു പാഠം നമ്മുടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് മക്കളെ, വെൻ ദ സൺ ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി. ഇവിടെ ഒരു സൂര്യൻ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രിയിലാണ്. ദ ലെങ്ത് ഓഫ് എ ട്രീസ് ഷാഡോ ഈസ് 18 മീറ്റർ. ഇവിടെ സൂര്യനാണിത്. ഓക്കെ, ഈ സൂര്യൻ എത്ര ഡിഗ്രിയാണ്? നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് സൂര്യൻ, ഇത് ഗ്രൗണ്ടുമായിട്ട് ആളെ ഒന്നും പറയുന്നില്ല, ഗ്രൗണ്ടുമായിട്ട് സൂര്യൻ മേക്ക് ചെയ്തേക്കുന്ന ആംഗിളാണ് 40 ഡിഗ്രി. ആ ഒരു 40 ഡിഗ്രി ആംഗിൾ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് ദ ലെങ്ത് ഓഫ് എ ട്രീസ് ഷാഡോ, ഒരു മരമുണ്ട്, ഇതൊരു മരമാണെന്ന് വിചാരിക്കുക. സൂര്യൻ്റെ ഇപ്പുറത്തേക്കുന്ന മരമാണ്. അപ്പോൾ അതിൻ്റെ നിഴൽ ഷാഡോ ഇത് ഈ അടിക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ഒരു സൂര്യൻ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി. ആ ഒരു മരം, ആ ഒരു ഇത് ട്രീ ആണ്, ഇത് ട്രീയുടെ ഷാഡോ ആണ്. ഈ ഷാഡോ 18 മീറ്റർ ഉണ്ട്. 18 മീറ്റർ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ? ആ ട്രീയുടെ ഹൈറ്റ് എന്താണ്? ഇതാണ് ട്രീ. അവിടെ സൂര്യൻ നിൽക്കുന്നു, സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുകയാണ്. അപ്പം
ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 40 സൂര്യനടിക്കുമ്പം സ്വാഭാവികമായിട്ടും സൂര്യൻ വന്ന് വീഴുമ്പം ഒരു വസ്തുവിന് നിഴൽ വരും. ഇപ്പോൾ നമ്മളൊരിടത്ത് നിൽക്കുകയാണ്, സൂര്യൻ നമ്മുടെ നേരെ അടിച്ചാൽ നമുക്ക് ഇപ്പോൾ സൂര്യൻ അവിടെ നിന്ന് അടിക്കുക, അപ്പം സാധാരണ ഒരു നിഴൽ ഇവിടെ വരത്തില്ലേ, അതുപോലെ ട്രീയിലോട്ട് വന്ന് അടിക്കുന്നു. അപ്പോൾ ട്രീയുടെ നിഴൽ താഴെ 18 മീറ്റർ. എങ്കിൽ ഈ ഒരു ഷാഡോയുടെ നീളം 18 മീറ്റർ ആണെങ്കിൽ ട്രീയുടെ നീളം മരത്തിൻ്റെ നീളം എന്താണ്? ആ നിഴൽ വെച്ച് നമുക്ക് മരത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ആ ഒരു ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നത്. ഓക്കെ, എടാ അപ്പം നമുക്ക് ഈ tan 40 കൺസിഡർ ചെയ്താൽ, ഇപ്പം ABC എന്ന് പേര് കൊടുത്താൽ, ABC എന്ന് പേര് കൊടുത്തിട്ട് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്താൽ tan 40 = കാരണം ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കാണേണ്ട, BC കാണേണ്ട, ഓപ്പോസിറ്റ് കാണണം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അറിയത്തില്ല, അഡ്ജസൻ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് അറിയത്തില്ല, അഡ്ജസൻ്റ് ഉണ്ട്. അപ്പോൾ ആരോ വെച്ച് ചെയ്യാം? ടാൻ വെച്ച് ചെയ്യാം. tan 40 = ഓപ്പോസിറ്റ് BC ബൈ അഡ്ജസൻ്റ് AC ആണ്. അപ്പം tan 40 = BC ബൈ AC 18. അപ്പം BC കാണാൻ BC = 18 ഇങ്ങോട്ട് പോയാൽ 18 × tan 40, 18 × tan 40 അല്ലെങ്കിൽ 18 × tan 40യുടെ വില. അതെ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല, കാരണം ടെക്സ്റ്റിൻ്റെ തൊട്ടിപ്പുറത്തെ പേജിൽ തന്നെ ഉള്ളതുകൊണ്ടാണ്. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ്റെ കൂടെ തരത്തില്ല വാല്യൂ, പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ്റെ കൂടെ തരും. ടെക്സ്റ്റിൽ ഏറ്റവും ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ 126ാമത്തെ പേജിൽ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ തരാത്തത്. പക്ഷേ എക്സാമിന് അങ്ങനെ ആ ഒരു പേപ്പർ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഹിൻഡ് പോലെ ഇങ്ങനെ തന്നിരിക്കും. അപ്പോൾ tan 40യുടെ വില 0.8391. എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്? നേരത്തെ പഠിപ്പിച്ച പോലെ പോയിന്റ് മാറ്റുക. അപ്പം 8391നെ 18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 8, 8 × 9 അല്ലെങ്കിൽ 9 × 8 എത്രടാ? 72 വരും. 72 × 2 റിമൈൻഡർ 7. 8 × 3, 8 × 3 24 ആണ്. 24ൻ്റെ കൂടെ 7 കൂടുമ്പോൾ 31ന് 1, റിമൈൻഡർ 3. 8 × 8 64 ആണ്. 64ഉം 3യും കൂടെ കൂട്ടിയാൽ 67 വരും. 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് തന്നെയല്ലേ ആൻസർ വരുന്നത്? 1 കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ 1 തന്നെ. 1 × 9, 9. 1 × 3, 3. 1 × 8, 8. ഓക്കെ, ഇപ്പോൾ എന്ത് വരും? 8, 3, 9 + 1 10, 0, റിമൈൻഡർ 1. 7 + 3 10 + 1 11, 1, റിമൈൻഡർ 1. 8 + 1 9, 9 + 6 15. എത്ര പോയിന്റ് മാറ്റി ഡോട്ട് ഇടണോടാ? എത്ര പോയിന്റാണ്? 4 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടാൽ അതെന്തായി? 15.1038. അല്ലെ, ചെറുതാക്കിയാൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ മതി നമുക്ക്. ആ 2 നമ്പർ കഴിഞ്ഞുള്ളത്, പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ കഴിഞ്ഞുള്ള ആൾ 5നെക്കാട്ടി വലുതാണെങ്കിൽ ഇവിടെ 1 കൂട്ടാം. ഇത് 5നെക്കാട്ടി വലുതല്ല, ചെറുതാണ്, അതുകൊണ്ട് 15.10. അത്രയും എന്താണ്? മീറ്ററാണ്. ഷാഡോ മീറ്ററിലല്ലേ, അപ്പോൾ ഇത് മീറ്ററിലായിരിക്കും. അപ്പോൾ BC എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ? അപ്പോൾ എഴുതാം, ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ട്രീ എത്ര? = 15.10 മീറ്റർ. അത്രയും മീറ്ററാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. നമുക്കിത് തുടച്ചിട്ട് സെക്കൻഡ് പാർട്ട് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗറും അതുപോലെ തന്നെ ഒരു എന്തിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ ഈ ഹൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 ഡിഗ്രി? എടാ, ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ 40 അല്ലായിരുന്നു. അത് 40 ഡിഗ്രി എന്നുള്ളത് 80 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ആയപ്പം 40 ഡിഗ്രി ആയിരുന്നപ്പോൾ ഉള്ള ആ ഒരു മരത്തിൻ്റെ ഷാഡോ ആണ് 18 മീറ്റർ. നമ്മൾ മരത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് 15.10 ആ ഒരു ലെങ്ത് ഉള്ള മരത്തിൻ്റെ ഷാഡോ ആയിരുന്നു 18 വന്നത്. അത് 40 ഡിഗ്രി വന്നപ്പോൾ അല്ലേ ലെങ്ത് 18 വന്നത്? എങ്കിൽ ഈ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ 80 ഡിഗ്രി ആണെങ്കിൽ, എടാ 80 ഡിഗ്രി നമ്മൾ എവിടെ വരയ്ക്കുമെന്നാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ബാക്കിലോട്ട് ഇറക്കി വരച്ചാൽ ഈ ആംഗിൾ ഇപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ചരിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ കുറച്ചുകൂടെ താഴും. അപ്പോൾ ആംഗിൾ ചെറുതാകാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അകത്തോട്ട് കയറുമ്പോഴാണ് ആംഗിൾ കൂടുന്നത്. 40 80 ആണെന്ന് പറയുമ്പോൾ ഒരു പകുതിയോളം അകത്തോട്ട് കയറി ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതെ, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും. ഇതാണ് 80 ഡിഗ്രി വരുമ്പോഴുള്ള ഒരു ഫിഗർ വരുന്നത്. 80 ഡിഗ്രി വരുമ്പം 80 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് എലവേഷൻ എങ്കിൽ, 80 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് എലവേഷൻ എങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് ഇപ്പോൾ ടോട്ടലാണ് 18. ടോട്ടൽ 18 ആണ്. നമ്മളിവിടെ ഡി എന്നൊരു ലെറ്റർ കൊടുക്കുക. നമുക്ക് ടോട്ടൽ AC 18 ആണെന്ന് അറിയാം. ഈ പോർഷനിലാണ് നമുക്കറിയേണ്ടത്, ഈ CD ആണ് നമുക്കറിയേണ്ടത്. 80 ആകുമ്പോൾ ഉള്ള ലെങ്ത് എന്താവും? നേരത്തെ ടോട്ടൽ 18 ആയിരുന്നു,
18 മീറ്റർ. അതിനെക്കാട്ടി കുറയും എന്തായാലും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് കാണാൻ വേണ്ടി എംബൈൻ്റെ ഓപ്പോസിറ്റുള്ള ആളുണ്ട്, അഡ്ജസൻ്റുള്ള ആളില്ല. ഏതാ കൺസിഡർ, ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം? കൺസിഡർ ട്രയാങ്കിൾ BDC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ tan 80 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് BC ബൈ അഡ്ജസൻറ്റ് DC. അപ്പോൾ tan 80 ഈസ് ഈക്വൽ ടു BC അറിയാം 15.10 ബൈ DC. നമുക്ക് കാണേണ്ട DC അല്ലേ? നമുക്ക് കാണേണ്ടത് DC അല്ലേ? അപ്പോൾ ഈ DC കാണാൻ DC അങ്ങോട്ട് കൊണ്ടുപോവുക, tan 80 ഇങ്ങോട്ട് കൊണ്ടുപോവുക, കാണേണ്ട ആളുടെ മുകളിലോട്ട് കൊണ്ടുപോവുക. DC ഈക്വൽ ടു 15.10 ബൈ tan 80 ഇപ്പുറത്തോട്ട് വരുമ്പോൾ tan 80. കാണേണ്ട ആൾ മുകളിലല്ലേടാ വരേണ്ടത്. 15.10 ബൈ tan 80ക്കകത്ത് 5.6713 എന്നാണ്. പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂ നോക്കിയാൽ മതി. അത് 5നേക്കാൾ വലുതാണെന്ന് നോക്കുക. 5.6713 എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1 5നേക്കാട്ടി ചെറുതാണ്. അതുകൊണ്ട് ഇതങ്ങനെ തന്നെ എഴുതിയാൽ മതി. 5.67. ഇവിടെ പോയിന്റ് വരുന്ന നമ്പർ പോയിന്റ് മാറ്റിയാണ്. ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നാൽ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പോയിന്റ് മാറ്റി ചെയ്തുകൊണ്ടിരുന്നത്. അറിയാം, നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അപ്പം എത്ര കൊണ്ടാണ് 2 പോയിന്റ് ഫ്രണ്ടിലേക്ക് മാറണം. അപ്പോൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 പോയിന്റ് ഫ്രണ്ടിലേക്ക് മാറും. അപ്പോൾ 100 കൊണ്ട് ചെയ്താലല്ലേ 2 പോയിന്റ് മാറത്തുള്ളൂ. 15.10 ഇൻറ്റു 100 ബൈ 5.67 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഈ 15.10 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1510 എന്ന് വരും ബൈ 567 എന്ന് വരും. ഇതാണ് ആൻസർ DC. എന്താണ്? What would be the length of the shadow? Length of the shadow when sun is at an elevation of 80 degree. എന്താണ്? Length of shadow when sun is at an elevation of 80. സണ്ണിൻ്റെ എലവേഷൻ 80 വരുമ്പോൾ ഉള്ള ലെങ്ത് ആണ് 1510 ബൈ 567. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. DC ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ അത്രയും മീറ്റർ എന്ന് ഒന്ന് എഴുതിയേക്കണം. ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലത്തെ കുറേ പ്രോബ്ലം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നല്ലോണം സൈഡിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഈ കൂട്ടത്തിൽ തന്നെ നോട്ട് എഴുതി പോയാലേ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എഴുതുന്ന കൂട്ടത്തിൽ ആൻസർ കിട്ടുമ്പം ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. 1510 567 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ല പറ്റാത്തൊരു സംഭവം നിന്നിട്ട് ചെയ്യാൻ പറഞ്ഞതല്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവിഷൻ അത് നിങ്ങൾ കാരണം നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് എഴുതി പോയാൽ അത് കിട്ടത്തില്ല. നിങ്ങൾ അവിടെ ചെല്ലുമ്പം എക്സാം ഇരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് റെഡി ആകണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക. അപ്പോൾ ആ പേജ് നമ്പർ 125 രണ്ടാമത്തെ ചോദ്യമാണ്. ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 degree. എടാ, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഒരു ബിൽഡിങ്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമുക്ക് ഒരു വരയായിട്ട് വരച്ചാലും മതി. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അപ്പുറത്ത് 30 meter നീങ്ങിയുള്ളൊരു ഷോപ്പുണ്ട്. ഷോപ്പ്, ഇവിടെ ഷോപ്പ് വയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരാൾ എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് എ ഷോപ്പ്, ഒരു ഷോപ്പിൻ്റെ താഴ്ഭാഗം. ഫൂട്ടെന്ന് പറയുന്നുണ്ട്, മുകൾ ഭാഗത്തോട്ട് വരയ്ക്കരുത്, താഴ്ഭാഗത്തേക്ക് വരയ്ക്കുക. താഴ്ഭാഗം. ഇവിടെ ആളിൻ്റെ നീളമൊന്നും പറയാത്തതാണ് നമ്മൾ ആളിനെ വരയ്ക്കാത്തത്. ഇപ്പം വരുന്ന ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 1.5 meter ടോൾ ബോയ് അങ്ങനെയൊക്കെ പറയും, 1.5 meter ഉള്ള എന്നൊക്കെ പറയും. ആ സമയത്താണ് നമ്മൾ ആളിനെ വരയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കത്തേ ഉള്ളൂ, ശ്രദ്ധിച്ചോണം അത്. അപ്പം ഒരാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ എതിർവശത്തുള്ളൊരു ഷോപ്പിൻ്റെ താഴ്വശത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങും ഈ ഷോപ്പുമായിട്ടുള്ള അകലം അത് പറയുന്നുണ്ട്. ഷോപ്പ് 30 meter എവേ എന്ന് പറയുന്നുണ്ട്. 30 meter നീങ്ങിയുള്ളൊരു ഷോപ്പാണ്. ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തുള്ള ഷോപ്പ്, ഇത് ബിൽഡിംഗ് ആണ്, ഇത് നമ്മുടെ ഷോപ്പാണ്. ഷോപ്പിൻ്റെ ഫുട്ട് ഓഫ് ദ ഷോപ്പ്, ഫുട്ട് എന്നാണ് ഷോപ്പിൻ്റെ താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ നേരെയുള്ള വ്യൂ ആണ്, സ്ട്രെയിറ്റ് വ്യൂ. അതിൽ നിന്ന് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 എന്നാണ് പറയുന്നത്. നോക്കുന്നത് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് താഴോട്ടല്ലേ വരുന്നത് നോട്ടം, അപ്പോൾ ഡിപ്രഷനാണ്. അപ്പോൾ അവിടുത്തെ ആംഗിളാണ് 25 degree. 25 ഇവിടുത്തെ ആംഗിൾ. എടാ, ഈ സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്, അവിടുന്ന്
ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരച്ച് 25 ഡിഗ്രി. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ്? നമ്മളിപ്പോൾ പേര് ABC എന്ന് പേര് കൊടുത്താൽ നമുക്ക് AB ആണ് കാണേണ്ടത്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. എടാ ഇത് കാണാൻ നമുക്ക് അകത്തുള്ള ആംഗിളുകളൊന്നും അറിയില്ല, അതിനകത്ത് ഇത് 90 ഡിഗ്രി ആണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് ടോട്ടൽ 90 ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് വ്യൂവും ഈ ടോട്ടൽ ഈ ഫുൾ വ്യൂ ടോട്ടൽ ആംഗിൾ 90 ആയിരിക്കും. അവിടെ നമുക്ക് ഈ ആംഗിൾ പറയാൻ പറ്റും. എടാ ടോട്ടൽ 90 ആണെങ്കിൽ ഈ ആംഗിൾ ഏതാ? 65 അല്ലേ? അന്ന് 25ഉം 65 കൂടെ കൂട്ടുമ്പോൾ 90 വരുന്നത്. ഇനി വേറൊരു ഐഡിയ ഉണ്ട്, ഇത് 90 ആണെന്ന് അറിയാം. അപ്പോൾ ഇത് 65 ഒന്നും കിട്ടി, മറ്റത് പറയാൻ പറ്റും നമുക്കിനി. ഇത് 90യും 65 ആകുമ്പോൾ 155 ആയി. അപ്പോൾ ഇവിടെ എന്ത് വരും? 90 ഉണ്ട് 65 ആയി 155 ആവും. 155ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ മതി? 155 25 കൂടെ വന്നാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 25 എന്ന് വരും. അങ്ങനെ പറയാൻ പറ്റും. വേറൊരു ഐഡിയ ഉണ്ടോ? ഇത് ഈ ലൈൻ ഈ സ്ട്രെയിറ്റ് വ്യൂവും താഴത്തെ BCയും രണ്ട് പാരൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ. അവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ 25 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടുത്തെ ആ ഒരു ഇസഡ് ഷേപ്പിൽ വന്നാൽ അങ്ങനെ വരുന്ന ഷേപ്പിൽ ഇവിടെ വരുന്ന ആംഗിൾ തന്നെയായിരിക്കും. ഇവിടെ രണ്ട് പാരലൽ ലൈൻ അതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ അവിടെ ഇവിടുത്തെ ആംഗിളും സെയിം ആയിരിക്കും. ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 25 അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ഇത് ടോട്ടൽ 90 ആണ്. സ്ട്രെയിറ്റ് വ്യൂ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ടോട്ടൽ ഇവിടം വരെ 25 ടോട്ടൽ 90 അതിൽ ഇവിടം വരെ 25 ആണെങ്കിൽ ബാക്കി എത്ര? 65 എന്ന് അങ്ങനെ ആലോചിക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ആലോചിക്കാം. നിങ്ങൾ വരയ്ക്കുമ്പം നിങ്ങളുടെ ഒരു ചോയ്സാണ്, എങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുള്ള അനുസരിച്ചിരിക്കും അവിടുത്തെ ആംഗിളുകൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ എടാ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ രണ്ട് ആംഗിളുണ്ട് നമ്മുടെ 65 എന്ന് പറയുന്ന ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ 65 എന്ന് പറയുന്ന ആംഗിളിലേക്ക് നോക്കിയാൽ അവിടെ 65ൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. 65 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് ഇല്ല. ഓപ്പോസിറ്റിനെ അഡ്ജസൻ്റിനെ കണക്ട് ചെയ്യുന്ന ആരാ? ടാൻ ആണ്. ഇനി 25 വെച്ച് ചെയ്യാം. 25 വെച്ച് ചെയ്താൽ ഓപ്പോസിറ്റ് ഇല്ല, അഡ്ജസൻ്റ് ഉണ്ട്. 65 വെച്ച് ചെയ്താൽ ഓപ്പോസിറ്റ് ഉണ്ട്, അഡ്ജസൻ്റ് ഇല്ല. 25 വെച്ച് ചെയ്താൽ ഓപ്പോസിറ്റ് ഇല്ല, അഡ്ജസൻ്റ് ഉണ്ട്. ഏത് വെച്ച് ചെയ്യണം എന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. 65 വെച്ച് ചെയ്താലുള്ള കുഴപ്പം കാണിച്ചു തരാം. 25 ആണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സാറിന് 25 എടുത്ത് ചെയ്തെന്ന് ആലോചിക്കും, 65 എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ആലോചിക്കും. അപ്പം ട്രയാങ്കിൾ ഏതാ? കൺസിഡർ ട്രയാങ്കിൾ ABC. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 65ലേക്ക് നോക്കിയാൽ tan 65 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാണ്? ഓപ്പോസിറ്റ് BC ആണ് ബൈ അഡ്ജസൻ്റ് ആരാണ്? AB ആണ്. നമുക്ക് AB ആണ് കാണേണ്ടത്. tan 65 ഈസ് ഈക്വൽ ടു BC ആരാ? BC 30 ആണ്. 30/AB എന്ന് വരും. അപ്പോൾ AB കാണാൻ നമ്മൾ ഈ AB ഇങ്ങോട്ട് കൊണ്ടുപോയി tan 65നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ AB ഈക്വൽ ടു 30/tan 65 എന്ന് വരും. അപ്പോൾ tan 65ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 30/2.1445 ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു പോയിന്റ് കറക്റ്റാക്കി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ എന്താ സാറേ ഡിവൈഡ് ചെയ്താലെന്ന് ആലോചിക്കും. പോയിന്റ് കറക്റ്റാക്കി ചെയ്താൽ പോരെ. പക്ഷേ നമ്മൾ ഇതേ സ്ഥാനത്ത് 25 വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് മക്കളെ നോക്കണം. അതെ, 25 യൂസ് ചെയ്താൽ tan 25 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാടാ? AB അല്ലേ? നമുക്ക് കാണേണ്ട AB ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആരാടാ? BC ആണ്. കാരണം 25 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ്, ഇതാണ് അഡ്ജസൻ്റ്. എടാ tan 25 ഈസ് ഈക്വൽ ടു AB അറിയത്തില്ല, കണ്ടുപിടിക്കണം. BC 30 ആണ്. 30. അപ്പോൾ ഇവിടെ AB കാണാൻ ഈ 30 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോലെ 30 ഇങ്ങോട്ട് വന്നാൽ AB ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു tan 25 എന്ന് വരും. അപ്പോൾ 30 ഇൻറ്റു tan 25ൻ്റെ വാല്യൂ 0.4663. ഇവിടെ ഇൻറ്റു ചെയ്താൽ മതി, കുറച്ചുകൂടെ സിമ്പിളാണ് മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇൻറ്റു ചെയ്യാൻ 4663ന് 30 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് വരെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എന്നിട്ടൊരു 0 ഇട്ട് കൊടുത്താൽ പോരെ അറ്റത്ത്. അപ്പോൾ 3 × 3 9, 3 × 6 18 8, റിമൈൻഡർ 1, 6 × 3 18 1 19 9, റിമൈൻഡർ 1, 3 × 4 12, 4 × 3 12 1 13, ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. എത്ര പോയിന്റ് മാറ്റി ഡോട്ട് ഇടണം? 3 പോയിന്റ്. അപ്പോൾ ആൻസർ എന്ത് വരും? 13.9890. ഇതാണ് AB. ഓക്കെ, അപ്പോൾ എന്താ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്? ഇത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അല്ലേ AB. ഹൈറ്റ് ഓഫ് ദി
ബിൽഡിംഗ് ഈക്വൽ ടു 13.9890 അത്രയും മീറ്ററാണ്. കാരണം ക്വസ്റ്റ്യനിൽ ഷോപ്പ്, ആ ഒരു ഷോപ്പും ബിൽഡിങ്ങും തമ്മിലുള്ള അകലം മീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആൻസറും മീറ്ററിലാണ്. അപ്പോൾ ആ പയ്യൻ കയറി നിന്ന ഒരു ബിൽഡിങ് ഒരു കയറി നിന്ന ബിൽഡിങ്, ആ ഒരു പേഴ്സൺ, ഒരാൾ കയറി നിന്ന ബിൽഡിങ് എന്ന് പറയുന്നത് എത്ര മീറ്ററുള്ള 13.9890 മീറ്റർ അത്രയും ഉള്ളൊരു കടയുടെ മണ്ടയ്ക്കാണ് കയറി നിന്നേക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കാണ് കയറി നിന്നേക്കുന്നത്. എന്നിട്ടാണ് ആ ഷോപ്പിലേക്ക് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം തന്നെ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം നമുക്ക് നമ്മുടെ നേരെ ഒരു മരം നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നോക്കുന്ന ഒരു ആംഗിൾ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ ആ മരത്തിൻ്റെ ഉയരം സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആ മരത്തിൻ്റെ അകത്തുനിന്ന് എത്ര ഡിസ്റ്റൻസ് നീങ്ങിയാണ് നിൽക്കുന്നത്. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഓപ്പോസിറ്റ് ഒരു മരമുണ്ട്. ആ മരത്തിൽ നിന്ന് എത്ര മീറ്റർ ഇങ്ങോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത്. നമ്മളും ആ മരമായിട്ടുള്ള അകലവും നമ്മൾ ആ മരത്തിനെ നോക്കുന്ന ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് ആ മരത്തിൻ്റെ ഉയരം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ട്രിഗണോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ അതൊക്കെ. ഓക്കെ, ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ഉള്ളൊരു സംഭവമാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വെച്ചുള്ള ഈ ഒരു പോർഷനൊക്കെ. അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അവർ കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം 2 പ്രോബ്ലം നമ്മൾ ആ ഒരു പേജ് നമ്പർ 125 ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിനകത്തൊരു 3 പ്രോബ്ലങ്ങളുണ്ട്. ആ 3 പ്രോബ്ലവുമായിട്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.